ഇവർ വിവാഹിതരായ സീരിയലിന്റെ 49ാമത്തെ എപ്പിസോഡാണ്. ഭൂമിയെ അംബികയെ കാണാൻ സെൻട്രൽ ജയിലിൽ വന്ന് സംസാരിക്കട്ടോ. എന്റെ മോൾക്ക് കൂട്ടുകിടക്കാൻ അവള് വരാറില്ലേ? അംബിക ചോദിക്കുമ്പോ ഭൂമി പറയും, വേണ്ടെന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് കൂട്ടിന് അവിടെ അച്ഛനുണ്ടല്ലോ. അംബിക കരഞ്ഞിട്ട് കൊണ്ടാ പറയുന്നേ, എന്റെ മോളുടെ കൂടെ എന്നും അച്ഛനുണ്ടാവും. അമ്മ ഇപ്പൊ കാണുന്ന സ്വപ്നമൊക്കെ അതാ. രാവിലെ അച്ഛനും മോളും കൂടെ ഓടാൻ പോകുന്നത്, CCTV വഴിയിൽ വെച്ച് നിന്ന് പോകുന്നത്, അച്ചേട്ടൻ ടൂറിസ്റ്റുകളെ കൊണ്ട് തള്ളിക്കുന്നത്, അങ്ങനെ. ഭൂമി പറയും, ഇനിയിപ്പോ ആ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. അംബിക പറയും, മോളെ ലക്ഷ്മി കൂടെ നിർത്തണം, അവളെ ഉപേക്ഷിച്ച് കളയരുത്. വീട്ടുകാർ ഉപേക്ഷിച്ച കൊച്ചാ, ഒരു ദിവസം ആ ചേട്ടൻ കൊണ്ടുവന്നതാ. ഭൂമി അറിയും, ഓർമ്മയുണ്ട്. പിന്നെ ഭൂമി അറിയും, അമ്മേ കേസൊക്കെ നമുക്ക് അനുകൂല, അമ്മയെ രക്ഷിക്കാനുള്ള തെളിവുകൾ ധാരാളം. പിന്നെ ഞാനൊരു സുപ്രീം കോടതി വക്കീലിനെ കാണാൻ പോവാ, കേസ് വെറുതെ വിടും. അപ്പോഴും അംബിക തല താഴ്ത്തിക്കൊണ്ട് ആന്ന് മോളൂട്ടോ. ഭൂമി അറിയും, ഇതൊരു ക്രിമിനൽ കേസല്ലേ, കുറച്ച് സമയം എടുക്കും. പിന്നെ ഈ മോള് കൂടെ ഉണ്ടെന്ന് ഓർക്കണം. അമ്മയ്ക്ക് അറിയാലോ അമ്മയുടെ മോള് കൂടെ ഉണ്ടെന്ന്. അപ്പോഴേക്ക് വനിതാ പോലീസ് പറയും സമയം കഴിഞ്ഞു. അപ്പൊ ഭൂമി അറിയും, അമ്മയ്ക്ക് ഡ്രസ്സും ആഹാരമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, അവര് തരും. അംബികയ്ക്കും, എന്തിനാ അമ്മയ്ക്ക് ആഹാരമൊക്കെ ഉണ്ടാക്കി ബുദ്ധിമുട്ടിയത്? ഭൂമി അറിയും, അമ്മ ഇത് കഴിക്കുമ്പോ എനിക്ക് അത്രയ്ക്ക് ആശ്വാസാവില്ലേ? നോക്കിക്കേ, അമ്മയ്ക്ക് ഇവിടെ ആഹാരമുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, അമ്മേനെ ഓർത്ത് വിഷമിക്കേണ്ട. ഭൂമിക്കും, എന്താ അമ്മേ? എന്താ? മനസ്സില് എന്റെ മോളോട് പറയാൻ ഒരു രഹസ്യമുണ്ട്. അച്ചുവേട്ടൻ പറയാതിരുന്നൊരു രഹസ്യം. എന്റെ മോൾ അതറിയണം. ഭൂമി ഒന്ന് ഞെട്ടുന്നുണ്ട്. അപ്പോഴേക്കും വനിതാ പോലീസ് അടുത്തേക്ക് വന്നിട്ട് പറയും, ഇനി പറ്റില്ല, വരൂ, സമയം കഴിഞ്ഞു. ഭൂമി അംബികയോട് പറയും, അതിനി ഞാൻ വരുമ്പോ പറഞ്ഞാ മതി. അംബിക ഭൂമിയുടെ കൈവിരല് ഉമ്മ കൊടുത്തിട്ട് കരഞ്ഞുകൊണ്ട് അവിടുന്ന് പോകും. ഭൂമി ഇങ്ങനെ നോക്കി നിന്ന് അവിടെ തലചാരി പൊട്ടിക്കരയാ. പിന്നീട് കാണിക്കുന്നത് കോഫി ഹൗസിലെ ലക്ഷ്മി ചേച്ചി പോലീസ് സ്റ്റേഷനിൽ എല്ലാവർക്കും കോഫി ചായ ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കാട്ടോ. അപ്പൊ ബാലൻ സാറ് പറയുന്നുണ്ട്, ഹോ, അത് വല്ലാത്തൊരു കേസ്, എന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു കേസ് ഞാൻ കണ്ടിട്ടേ ഇല്ല. ചങ്കും ചങ്കുമായി ജീവിച്ച ആൾക്കാരില് ഒരാളെ കൊല്ലുക. കൊലയാളി വളരെ വളരെ വലിയൊരു ബുദ്ധിമാൻ തന്നെ. അപ്പൊ വേറൊരു വനിതാ പോലീസ് പറയും, ആ കൊലയാളിയെ പിടിക്കാൻ പറ്റാത്തത് നമ്മൾ പോലീസുകാരുടെ കുഴപ്പമല്ലേ? ആ ബാലൻ സാർ പറയും, ആ ചൊറിയൻ പോലീസ് കേൾക്കണ്ട, മെല്ലെ പറ. അങ്ങനെ ലക്ഷ്മി ചേച്ചി പിന്നീട് അജയ്ക്ക് ചായ കൊണ്ടു കൊടുക്കും. ഭൂമി വന്നില്ലേ? ഇല്ല, അമ്മയെ കാണാൻ പോയിട്ട് എത്തിയിട്ടില്ല. അപ്പൊ അജയ് പറയും, ഭൂമി ഒന്ന് ശ്രദ്ധിക്കണേ, അധിക സമയം ഒറ്റയ്ക്കിരിക്കാൻ സമ്മതിക്കരുത്. ഞാൻ അങ്ങനെ പറഞ്ഞൊന്നും പറയണ്ട. ശരി സാർ എന്ന് പറഞ്ഞ ലക്ഷ്മി ചേച്ചി ഇറന്നു പോകും. കുറച്ച് കഴിയുമ്പോഴേക്കും ഭൂമി അവിടെ എത്തും. ലക്ഷ്മി ചേച്ചിക്കും കണ്ടോ? കണ്ടപ്പോ കാണണ്ടെന്ന് തോന്നി. അമ്മയുടെ ദയനീയ മുഖം കാണാനുള്ള കരുത്തില്ല. പക്ഷെ വീണ്ടും കാണണമെന്ന് കുറച്ച് കഴിയുമ്പോ തോന്നും. ശരിക്കും ധൈര്യം സംഭരിച്ച് അങ്ങോട്ട് പോയത്, പക്ഷേ കണ്ണീരില്ല എല്ലാം അവസാനിച്ചത്. ലക്ഷ്മി ചേച്ചി പറയും, അതാ പൂജ മോള് വന്നിട്ടുണ്ട്. ഭൂമി ആ കുട്ടിയുടെ അടുത്തേക്ക് ചെല്ലും. മോളെ എപ്പോ വന്നോ? അധിക നേരം ആയില്ല ചേച്ചി. ഭൂമി അറിയും, നിനക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ. അമ്മയുടെ അസുഖോ? പൂജ പറയും, ഇന്നലെ ആസ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഭൂമി ധൈര്യം കൊടുക്കുക, എല്ലാം മാറും, നിന്റെ ദുരിതങ്ങളെല്ലാം മാറും. പഠിത്തം ഇമ്പോർട്ടന്റ് ആണ്, +2 ആണെന്ന് ഓർക്കണം. പിന്നെ അതുപോലെ തന്നെ അമ്മയും ഇമ്പോർട്ടന്റ്. അച്ഛനും അമ്മയും ഇല്ലാതാവുമ്പോഴേ അവരുടെ വില മനസ്സിലാകൂ. പൂജയ്ക്കും, ചേച്ചിയുടെ ആരും അല്ലാത്ത എന്നോട് എന്തിനാ ഇത്രയ്ക്ക് സ്നേഹം? ഭൂമിക്കും, നീ എന്റെ ആരും ഇല്ലേ? ബന്ധങ്ങൾ ഇങ്ങനെയൊക്കെയാ. നമ്മൾ വിശ്വസിക്കുന്ന ബന്ധം പലപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ചിലരൊന്നും അറിയാതെ നമ്മളെ ബന്ധവും. അതാണ് നീ. ഭൂമി ബാഗിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് കൊടുക്കുമ്പോ, വേണ്ട ചേച്ചി, ചേച്ചിയുടെ അടുത്ത് വരുന്നത് 2 വാക്ക് കേൾക്കാനായിട്ടാ. അത് കേട്ട് കഴിയുമ്പോ ഒരു എനർജി കിട്ടും. ഞാനീ തരുന്നത് എന്റെ സ്നേഹമാണ്, മോള് പോയിട്ട് വാ എന്ന് പറഞ്ഞാൽ അത് കൊടുത്ത് കുട്ടീനെ അവിടുന്ന് പറഞ്ഞയക്കും. ലക്ഷ്മി ചേച്ചി ചോദിക്കും, മൂക്ക് ഈ കുട്ടി എങ്ങനെ പരിചയം? ഭൂമി അറിയും, അവള് ചെയ്യാത്ത പണികളില്ല, പത്രം ഇടൽ വരെ ചെയ്യും. പത്രക്കാരിന്നാ എല്ലാവരും അവളെ വിളിക്കാറ്. പിന്നീട് ഒരു ആർട്ടിക്കിൾ വന്നു പത്രത്തില്, അങ്ങനെ ഞാൻ അവളെ പരിചയപ്പെട്ടത്. അല്ല, പോലീസ് സ്റ്റേഷനിൽ എല്ലാവർക്കും ചായ കൊടുത്തോ? ലക്ഷ്മി ചെറി, ഓ, കൊടുത്തു മോളെ. പിന്നെ CI സാറിനെ ഭൂമിയുടെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ കൂടുതലാ. ഭൂമി അറിയും, എന്നെ എങ്ങനെ തെറി വിളിക്കാന്നുള്ള ശ്രദ്ധയായിരിക്കും. ലക്ഷ്മി അറിയും, അങ്ങനെയല്ല, മോളെ ശ്രദ്ധിച്ചോളണം, ഒറ്റയ്ക്കിരിക്കാൻ സമ്മതിക്കരുതെന്നൊക്കെ പറഞ്ഞു. പിന്നെ സാർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് മോളോട് പറയരുതെന്നും പറഞ്ഞു. ഭൂമി അറിയും, ആള് പാവാണേ, ചിലപ്പോ നല്ല വെള്ള ഹൽവ, കുറച്ച് കഴിയുമ്പോ കാഞ്ഞിരക്കുരു. ശേഷം പിന്നീട് കാണിക്കുന്നത് അജയ്ക്ക് ഒരു കോള് വരികയാണേ. സത്യദാസാണ് കേട്ടോ. ആ ഫോൺ എടുത്തിട്ട്, ആ ഭവാനിയമ്മയുടെ കാര്യല്ലേ? ആ അതെ. അജയ് പറയും, ഞങ്ങൾ ഇവിടെ ചെറിയ അന്വേഷണം നടത്തി, പക്ഷെ രണ്ടുപേരെ കുറിച്ചും ഒരു വിവരവുമില്ല. സത്യദാസ് പറയും, നീ ഒരു അന്വേഷണം കംപ്ലൈന്റ് ചെയ്യേ. അജയ് പറയും, ഓക്കെ. എടാ, നിനക്കറിയാലോ അമ്മയുടെ കാര്യം? ആ സാഗറിന്റെ പ്രതിരൂപമായിട്ടാ അവർ രണ്ടുപേരെ അമ്മ കാണുന്നത്. ആ അമ്മവ, ഞാൻ അന്വേഷണം ഊർജ്ജപ്പെടുത്താം എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യും. അങ്ങനെ നിൽക്കുമ്പോൾ ലക്ഷ്മി ചേച്ചി ഭൂമിയോട് പോയ കാര്യങ്ങളൊക്കെ സംസാരിക്കാട്ടോ. എനിക്കും കാണണമെന്നുണ്ട്. ഭൂമി അറിയും, അതൊരു വലിയ ഫോർമാലിറ്റീസാ, പക്ഷെ നമുക്ക് നോക്കാം. പക്ഷെ പോകുന്നതിന് മുമ്പ് അമ്മ പറഞ്ഞത് ഒരു രഹസ്യം പറയാനുണ്ടെന്നാ. അച്ഛൻ കൊണ്ട് നടന്ന രഹസ്യം. അപ്പോഴേക്കും വിസിറ്റേഴ്സിനുള്ള സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് വാർഡൻ അമ്മയെ കൊണ്ടുപോയി. അടുത്ത തവണ പോകുമ്പോ ചോദിക്കണം, എന്താ അത്ര വലിയ രഹസ്യം എന്ന്. ചേച്ചിയുടെ ഒരു പണി ഏൽപ്പിച്ചിട്ട് ഭൂമിക്ക് എന്തോ നോട്ട് എഴുതാനുണ്ടെന്ന് പറയും. കേസിന്റെ കാര്യത്തിനാ? ആ, മോള് നോക്കിക്കോ, അജയ് സാറെ ഞാൻ പിന്നെ കണ്ടോളാം എന്ന് പറഞ്ഞ് ഭൂമി എന്തൊക്കെ നോട്ട് എഴുതാട്ടോ. അങ്ങനെ തുടങ്ങുമ്പോ 2 ആൾക്കാരെ അങ്ങോട്ട് വരാട്ടോ. ഭൂമി അവരോട് സംസാരിക്കും. ടിയർ കോഫി
സാർമാർ വന്ന എന്താന്ന് എനിക്ക് മനസ്സിലായി. ബാങ്കിലെ കുടിശ്ശിക ഞാൻ ഇതുവരെ മുടക്കിയിട്ടില്ല. സാർമാരെ ഇങ്ങോട്ട് വരുത്തിയിട്ടുമില്ല. അപ്പൊ അവര് പറയും 2 മാസത്തെ കുടിശ്ശികയായി. ഇതൊരു ഫോർമാലിറ്റിയാണ് ഭൂമി. ഭൂമി അറിയും സാർ, കുറച്ച് ബുദ്ധിമുട്ടുകളിലായിപ്പോയി. എത്രയും പെട്ടെന്ന് ഞാൻ അടച്ചോളാം. വന്നവര് പറയും അച്ഛൻ മരിച്ചത് അറിഞ്ഞോ? പക്ഷെ നമ്മുടെ ബാങ്കിലെ കണക്കിന്റെ പേപ്പേഴ്സ് മാത്രമേ ഉള്ളൂ. നിങ്ങളെ ഞാൻ എന്തായാലും ബുദ്ധിമുട്ടിക്കില്ല. ശരി എന്ന് പറഞ്ഞാൽ അവരവിടുന്ന് പോകും. ലക്ഷ്മി ചേച്ചി എന്താന്ന് ചോദിക്കുമ്പോ ഭൂമി അറിയും അത് പിന്നെ പുതിയ ലോണിനെ കുറിച്ച് പറയാൻ വേണ്ടി വന്നതാ. ഉള്ള ലോൺ തന്നെ എങ്ങനെ അടയ്ക്കാന്ന് എനിക്കറിയുള്ളൂ. പിന്നെ ലക്ഷ്മി ചേച്ചിയുടെ സാലറി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് പോകുമ്പോൾ പറഞ്ഞാൽ മതി. അപ്പോൾ ലക്ഷ്മി ചേച്ചി പറയും ഇപ്പൊ ധൃതിയില്ല മോളെ. ഭൂമി അറിയും അത് ശരിയാവില്ല, എൻ്റെ കയ്യിലിരുന്ന ഒട്ടും ശരിയാവില്ല. ലക്ഷ്മി ഒന്നും പറയാതെ അവിടുന്ന് പോവും. ഭൂമി ആകെ ടെൻഷനിലാണ്. പിന്നീട് സൗഭാഗ്യപുരത്താട്ടോ ഭവാനിയെ തിരയാൻ പോയവരെയും കാണുന്നില്ലല്ലോ. ഭവാനി അഞ്ജനയും പോയതോടെ അമ്മ തളർന്നു. സാഗർ എന്ന് വെച്ചാ അമ്മയ്ക്ക് ജീവനാ. അവന്റെ കുഞ്ഞല്ലേ അഞ്ജന. അപ്പോ അനുപമ പറയും അമ്മേ സത്യം പറയുമ്പോ കൊഞ്ഞനും കുത്തരുത്. അവരെഴുതി വെച്ച ആരോപണം ആർക്ക് നേരെയാ? അജയ്ക്കെതിരെ. അവരെ പീഡിപ്പിച്ചു. അജയും കാരണക്കാരനാണെന്ന് മുത്തശ്ശിയും പറഞ്ഞില്ലേ? അജയിനിപ്പോ അവളെ കെട്ടിക്കഴിഞ്ഞാ ഇതേ പരാതി തന്നെ പോലീസിന് കൊടുക്കില്ലേ പീഡനം എന്ന് പറഞ്ഞ്? പിന്നെ അജയ് പുറം ലോകം കാണില്ല. പെണ്ണ് കള്ളം പറഞ്ഞാലും നിയമത്തിന് ശരിയാ. ഒരു അന്വേഷണവും ഇല്ലാതെ ജയിലിൽ കിടത്തും. പുരുഷനാണ് ഇവിടെ ഒരു സ്വതന്ത്രം ഇല്ലാത്ത. നിന്റെ പുരുഷനെ കുറിച്ചാണോ പറയുന്നത്? സ്ത്രീ പീഡനത്തിന് കേസ് കൊടുക്കാൻ ഉദ്ദേശമുണ്ടോ നിനക്ക് എന്ന് സംഗീതം വയ്ക്കുമ്പോ എനിക്ക് അതിന് ഭയമൊന്നുമില്ല. അജയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ നിർബന്ധിക്കുന്നത്? അപ്പൊ സംഗീതം പറയും അഞ്ജന അജയ് കെട്ടണമെന്ന് നീ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്? അത് പറഞ്ഞിട്ട് ഇപ്പൊ 1 മണിക്കൂർ കൂടെ ആയില്ലല്ലോ. അനു പറയും 1 മണിക്കൂറില്ല 2 മണിക്കൂർ കഴിഞ്ഞു. സംഗീതം പറയും ഇതൊക്കെ തന്നെയല്ലേ നീ അനൂപിനോടും പറയുന്നത്? എടി നീ ചെയ്യേണ്ടതേ സ്വന്തം അഭിപ്രായം ആലോചിച്ച് മാത്രം പറയാം. അപ്പോഴേക്ക് കാറ് വരുമ്പോ ഇവര് പുറത്തേക്ക് ഇറങ്ങി നിൽക്കും. സത്യദാസും മാധവനോ വന്നിരിക്കുന്നത്. എന്തെങ്കിലും അറിഞ്ഞോ? സത്യദാസ് പറയും ഒരു വിവരമില്ല. പെട്ടെന്നൊരു വാശിക്ക് ഇവിടുന്ന് പോണെങ്കിൽ അതിന് പിന്നിൽ എന്തോ ദുരൂഹതയുണ്ട്. അനുപമ പറയും അത് വലിയ മോൻ പറഞ്ഞാൽ ശരിയാ. ഇങ്ങനെ പറയാതെ പോയിട്ടുണ്ടെങ്കിൽ എന്തോ ചെയ്ഞ്ഞ് നാറുന്നുണ്ടാവും. മടിയിൽ കനവില്ലെങ്കിൽ എന്തിനാ എണീക്കാൻ പേടിക്കുന്നത്? മാധവൻ ചോദിക്കും അമ്മ എന്ത് ചെയ്യുന്നു? സംഗീത പറയും കിടക്കുക. സത്യാസ് പറയും അമ്മയ്ക്ക് അത് വലിയ ഷോക്കായിട്ടുണ്ട്. സംഗീതേ നമുക്കത് കണ്ടുപിടിക്കണം. ഞാൻ അജയ് വിളിച്ച് അന്വേഷണം സ്പീഡാക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് സത്യദാസ് അമ്മയെ കാണാൻ പോകും. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അജയുടെ ക്യാബിനിലേക്ക് ഭൂമി കയറി വരും. കയ്യിലൊരു ലെറ്റർ ഉണ്ട് കേട്ടോ. ചായ ഇല്ലേ? ഭൂമിക്കും വേണോ? വേണ്ട. നീതിദേവയുടെ കയ്യില് എപ്പോഴും ത്രാസുള്ളതുപോലെ തന്റെ കയ്യില് ഗ്ലാസ്. അപ്പൊ ഭൂമി അറിയും നീതിദേവിയുടെ ത്രാസിലെ തൂങ്ങി നിൽക്ക എന്റെ അമ്മ. സാർ ഇതുവരെയുള്ള കേസ് വഴിയിലൂടെ ഞാൻ ചെറിയൊരു യാത്ര നടത്തി, പറയാമോ? അപ്പൊ അജയ്ക്കും ആർഗ്യുമെന്റ് ആണോ? അല്ല, താൻ ക്രിമിനോളജി പഠിച്ചതിന്റെ ഗുണമുണ്ടെന്ന് അറിയാലോ. അങ്ങനെ ഭൂമി അവിടെ ഇരുന്നിട്ട് പറയും അമ്മയുടെ മേൽ തെളിവുകൾ ഉണ്ടാക്കാനുള്ള സ്പീഡ് അമ്മയെ രക്ഷിക്കാനുള്ള തെളിവുകളിലേക്ക് വന്നോ എന്നാണ് സംശയം. കൊല ചെയ്ത ദിവസം മറ്റൊരാളോട് ഉണ്ടായിരുന്നു എന്ന് അമ്മ പറഞ്ഞു. ആ വഴിയിലേക്ക് അന്വേഷണം പോയോ? അജയ് പറയും താൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറയാം. കൊല ചെയ്യാൻ ഉപയോഗിച്ച കത്തി അമ്മയുടേതാ. കൊലയാളി ഗ്ലൗസ് ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഫിംഗർ പ്രിന്റ് ഉണ്ടാവില്ല. പക്ഷെ അമ്മയുടെ ഫിംഗർ പ്രിന്റ് ഉണ്ടാവും. അച്ഛൻ മദ്യപിച്ചു എന്നാ പറഞ്ഞത്. അജയ് പറയും അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടല്ലോ. എക്സാം ചെയ്ത ഡോക്ടർ കൈക്കൂലി വാങ്ങിച്ചതാണോ? ഭൂമി പറയും അങ്ങനെ സംഭവിക്കുന്നുണ്ടല്ലോ. പിന്നെ ഫോറൻസിക് റിപ്പോർട്ടിലെ എറർ വരാൻ സാധ്യതയുണ്ടെന്ന് പല ഘട്ടങ്ങളിലായി തെളിയിക്കപ്പെട്ടിട്ടുള്ളൂ. ഇനി മുറിയിന്ന് കിട്ടിയ കത്ത് അത് നാടകത്തിന്റെ ഡയലോഗാണെന്ന് അമ്മയുടെ മൊഴിയിലുണ്ടല്ലോ. സാർ ഞാൻ പാരലായിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി. വലിയൊരു കോൺഫറൻസി ഉണ്ടെന്ന് ഞാൻ കണ്ടെത്തി. അജയ്ക്കും അങ്ങനെയാണോ? അച്ഛൻ എഴുതിയൊരു കത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതിലെഴുതിയത് എന്റെ പിന്നാലെ ഒരാളുണ്ട് എന്നെ കൊലപ്പെടുത്തുമെന്നാണ്. ആ കത്തുമായി ഞാൻ എന്റെ പ്രൊഫസർ ശങ്കരനാരായണൻ സാറെ കാണാൻ പോയി. അതൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. എന്നെ ഒരാൾ ഫോളോ ചെയ്യുന്നുണ്ടോന്നൊരു സംശയം. ആ കത്തായിരിക്കും അയാളുടെ ലക്ഷ്യം എന്ന് എനിക്ക് തോന്നി. അത് ശരിയായിരുന്നു. അയാൾ എന്റെ മുറിയിൽ കയറി അത് മോഷ്ടിച്ചു. ഞാൻ വളരെ വിദഗ്ധമായി ആ കത്ത് മാറ്റി എഴുതി വെച്ചു. അച്ഛൻ വലിയൊരു രഹസ്യം ഒളിച്ചു വെക്കുന്നുണ്ടെന്നും ആ കത്ത് ദാസന്റെയും ശിവന്റെയും കയ്യിലുണ്ടെന്ന് എനിക്കറിയായിരുന്നു. ആ കൊലപാതകം ഗൂഢാലോചന ചെയ്ത ആളെ ദൂതനെ അയക്കുന്നു. കൃത്യമായി അത് നടന്നു. ആ കത്തിന്റെ വിലപേശൽ ഒരു അജ്ഞാത ബിൽഡിംഗിൽ വെച്ച് നടന്നു. അവിടെ വെച്ച് ഗൂഢാലോചന നടത്തിയത് ഒരു സ്ത്രീയാണെന്ന് ഞാൻ കണ്ടെത്തി. അന്ന് രാത്രി ഒരു തട്ടുകടയുടെ മുന്നിൽ വെച്ച് സാറിനെ കണ്ടത്. ആ വഴിക്ക് ഒരു അന്വേഷണം വേണം സാർ, ഞാനും കൂടാം. അജയ് ദേഷ്യത്തിൽ നിർത്ത് എന്ന് പറഞ്ഞ് ചാടി എണീക്കും. ഭൂമി അങ്ങ് ഞെട്ടിപ്പോവേ. അവിടെയാണ് ഈ ഭാഗം കഴിയുന്നത്. റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്